ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഇടവ ജവഹർ പബ്ലിക് സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാരെ കാണുവാനെത്തി. കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാർക്കായി വിദ്യാർത്ഥികൾ ഗാനങ്ങൾ ആലപിക്കുകയും നൃത്തങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. തരക പെണ്ണാളെ കടിയാടും വിരിയാളെ തമ്പുരാനെത്തിടും കരിങ്കാരി കോര പറിച്ചാട്ടെ. അറിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോവായുധത്തിൽ, അറിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോവായുധത്തിൽ, ഇരുളുമില്ലല്ലോ എഴുമില്ലല്ലോ ലക്കാലം പോവായുധത്തിൽ, ഇരുളുമില്ലല്ലോ എളിവുമില്ലല്ലോ ലക്കാലം പോവായുധത്തിൽ. നാടിൻ നന്മകനെ പൊന്മകനെ സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ കണ്ണനായി വന്നവനെ രാജാവൊക്കെ എല്ലാരും ചൊല്ല് തൊഴുവാനായി എന്നും ജനം കാലം ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ, ഇടവ ജവഹർ പബ്ലിക് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ ജോഷി മായമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജവഹർ പബ്ലിക് സ്കൂള് ആദ്യമായിട്ടല്ല നമ്മുടെ ഈ കുടുംബത്തിലേക്ക് എത്തുന്നത്. സ്കൂളിലെ ഫാദർ ജോഷി മായമ്പറമ്പിൽ ഫാദറിനെ എനിക്ക് നേരത്തെ സ്കൂളിൽ പോയി പരിചയപ്പെടുവാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നു. ആ സ്കൂളിൽ വരുന്ന ഡോക്ടർ വിനയ് കവിരാജ്, ഞാനും ഡോക്ടറും കൂടിയാണ് ആ സ്കൂളിലേക്ക് വരുന്നത്. ഇവിടുത്തെയും അച്ഛന്മാരെയും അമ്മമാരെയും പരിചരിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് ഡോക്ടർ വിനയ് കവിരാജ്. എങ്കിലും ആ വർഷവും ഇവിടെ ജവഹർ സ്കൂളിലെ കുട്ടികൾ കൈനിറയെ സമ്മാനമായിട്ടാണ് ഇവിടെ ഓടിയെത്തിയത്. ഇന്നവർ വന്നിരിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഒരുപാട് സമ്മാനങ്ങൾ അവരുടെ വീട്ടിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് ഓണം ആഘോഷിക്കുവാൻ, ഓണസദ്യ ഒരുക്കുവാൻ ഈ കുടുംബത്തിലേക്ക് അവരെത്തിപ്പെട്ടിരിക്കുകയാണ്. ടീച്ചർ ഇവിടെ സൂചിപ്പിച്ച പോലെ സമുദ്രതീരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, പറഞ്ഞാൽ പോലും തീരത്തില്ല. അത് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നതായിരിക്കും എനിക്ക് ഏറെക്കുറെ നല്ലത്. നമുക്കിവിടെ പരിപാടിയാണ് ആവശ്യം, കുട്ടികളുടെ പരിപാടികൾ. നിങ്ങൾ തിരിച്ചിവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ നിങ്ങൾ പഠിച്ചതിനപ്പുറം വലിയൊരു ഭാഗം, ഒരു വലപാഠം ഇവിടെ നിന്ന് പഠിച്ചിട്ട് വേണം തിരിച്ച് നിങ്ങൾ ഈ മതിലിൻ്റെ പുറത്തേക്ക് പോകേണ്ടത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ അച്ഛന്മാരെയും അമ്മമാരെയും സംസാരിക്കാനുള്ള സമയങ്ങളും അവരുടെ പാട്ടുകൾ പാടി കേൾപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ആ വഴിയിലേക്ക് ഞങ്ങൾ വിട്ടത്. ഈ കൂട്ടുകുടുംബത്തിലെ അച്ഛന്മാർ അമ്മമാർ ഇവിടെ വന്നു വിട്ടത് പല വഴിയിലൂടെയാണ്. നമ്മളെക്കായി സന്തോഷമായി കഴിഞ്ഞിരുന്ന കുടുംബത്തിലെ അച്ഛന്മാരും അമ്മമാരാണ്. ഇപ്പം നിങ്ങൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഷൂ ഒക്കെ ധരിച്ച് നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉൾപ്പെടെ ഉണ്ട്. എന്നാൽ ഞങ്ങളൊന്നും പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കുട്ടിക്കാലങ്ങൾ നിങ്ങൾ ചോദിച്ചറിയണം. അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ബാലപാഠം. ഇപ്പോൾ അച്ഛൻ എങ്ങനെയാണ് നിങ്ങളെ സംരക്ഷിക്കണമെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആഹാരം വാങ്ങിച്ച് കഴിച്ച് പുസ്തകം മറിച്ചാലായി ഇല്ലെങ്കിലായി മൊബൈലിൽ നോക്കി
കിടന്നുറങ്ങുന്നൊരു ശീലത്തിലേക്ക് പോവാതെ അമ്മ എന്തൊക്കെ ജോലി ചെയ്തെന്നും അച്ഛൻ എന്തെല്ലാം ജോലി ചെയ്തിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് ഫീസ് കൊടുക്കുന്നതെന്നും വീട്ടിൽ ഗ്യാസ് മേടിക്കുന്നതെന്നും അരി മേടിക്കുന്നതെന്നും എന്ന് നിങ്ങൾ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ചോദിച്ച് മനസ്സിലാക്കണം. എങ്കിലേ നിങ്ങൾ നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാൻ കഴിയുള്ളൂ. അത്തരം കാര്യം മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ഞാൻ വന്ന വഴികളെല്ലാം കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരുന്നു. അതൊക്കെ കേട്ടാൽ ചിലപ്പോൾ നിങ്ങളിവിടെ നിന്ന് ചെല്ലുമ്പോൾ കരയേണ്ടി വരും. അത്തരം കാര്യങ്ങൾക്ക് ഞാൻ പോകുന്നില്ല. വേറെ ഒരുപാട് സമയം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് വീണ്ടും ഇവിടെ കാണണം. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ കൂട്ടി നിങ്ങൾ വീണ്ടും ഇവിടെ എത്തുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എന്നാലും ഇവിടെ ആവശ്യപ്പെട്ടത് പ്രകാരം റൂവൽ സിംഗിനെ കുറിച്ച് 2 വാക്ക് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു 53 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ തൊട്ടടുത്തുള്ളൊരു കല്ലുവാതുക്കൽ പഞ്ചായത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്നത്. 53 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് നിങ്ങളിങ്ങോട്ട് തിരിഞ്ഞ ഈ ജംഗ്ഷനിലൊരു വലിയ പാറയുണ്ട്. ഞാനൊക്കെ കേട്ടിരിക്കുന്നത് അതിൻ്റെ പാറയുടെ മുകളിൽ കയറി നോക്കി ആ കടൽ കാണാമെന്നാണ്. ഞാൻ കടൽ കണ്ടിട്ടില്ല, പക്ഷേ സഹ്യപർവ്വതം കണ്ടിട്ടുണ്ട്. അവിടെ ഒരു വലിയ പാറയുണ്ടായിരുന്നു. ആ പാറയും നമ്മുടെ റൂവൽ സിംഗുമായിട്ട്, ഇതിൻ്റെ സ്ഥാപകനായ റൂവൽ സിംഗുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് കഴിയുന്നതും ചുരുക്കി ഒന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. കാരണം ഒരു സിനിമാ കഥയെ വെല്ലുന്ന ഒരു കഥയാണ് റൂവൽ സിംഗിൻ്റേത്. റൂവൽ സിംഗ് ജനിച്ച് അന്ന് ഈ വീട്ടിലല്ല ജനിക്കുന്ന ഒരു പഴയ വീടുണ്ടായിരുന്നു. പിന്നീട് കിട്ടിയൊരു വീടാണിത്. 6 മാസം തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നല്ലൊരു പേര് കിട്ടി, റൂവൽ സിംഗ്. അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട്, മൂത്ത സഹോദരനാണ്. അദ്ദേഹത്തിന് കിട്ടിയൊരു പേര് സിംഗ് എന്ന്. ഈ 2 സിംഗുമാരെ സമ്മാനിച്ചിട്ട് ആ പിതാവ് ഈ അമ്മയെയും 2 പിഞ്ചു മക്കളെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയി. 6-ാം മാസത്തിൽ റൂവൽ സിംഗിന് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ആ സംഭവം. അതിനുശേഷം കശുവണ്ടി തൊഴിലാളിയായിരുന്ന അമ്മ പാരിപ്പള്ളി ജംഗ്ഷന് തൊട്ടിപ്പുറത്തുള്ളൊരു കശുവണ്ടി ഫാക്ടറിയിൽ പോവുകയും ജോലി സമയം കഴിഞ്ഞ്, അന്ന് കുടിൽ വ്യവസായം എന്ന് പറയും, പ്രൈവറ്റ് മാനേജ്മെൻറ്റാണ് നടത്തുന്നത്. അത് നിങ്ങൾ കേട്ട് കാണും. ബിസ്ക്കറ്റ് രാജൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇന്ത്യയിൽ ഫേമസ് ആയ ഒരു മനുഷ്യനുണ്ട് കൊല്ലത്തുള്ള. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലത്താണ് ഈ കശുവണ്ടി ഫാക്ടറി തുടങ്ങിയത്. അവിടെ തുച്ഛമായ കാശിന് വേണ്ടി ജോലി ചെയ്ത അമ്മയ്ക്ക് ഈ 2 മക്കളെയും അമ്മയെയൊക്കെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഈ പാറയിൽ, ഞാനീ പറഞ്ഞ കടൽ കാണുന്ന അല്ലെങ്കിൽ സഹ്യപർവ്വതം കാണാൻ പറ്റുന്ന ആ പാറയിൽ പാറ പൊട്ടിപ്പുണ്ട്. അമ്മ അതിരാവിലെയും 8 മണിക്ക് അണ്ടിയാപ്പീസ് കയറണം. അതിനു മുമ്പുള്ള സമയത്തും അണ്ടിയാപ്പീസ് 5 മണിക്ക് വിട്ടിവിടെ വന്ന എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തിയിട്ട് ആ പാറമടയിൽ ചുറ്റിയല്ലുമായി പോയിട്ട് പാറ പൊട്ടിച്ച് മെറ്റലടിച്ച് ആ വരുമാനവും കൂടെ കൊണ്ടുവന്നു. 6-ാം മാസം വളർന്ന കുട്ടിയെ അറിയാലോ, അമ്മയുടെ സംരക്ഷണയില്ല, അമ്മൂമ്മയുടെ സംരക്ഷണയിലാണ് റൂവൽ സിംഗ് എന്ന ആ പിഞ്ചു ബാലൻ വളർന്നത്. അപ്പോൾ തൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ അമ്മയോടൊപ്പം 3 വയസ്സ് 4 വയസ്സൊക്കെ പ്രായമായപ്പോൾ അമ്മയുടെ കൂടെ പോയി ചുറ്റിയിലിന് കുറച്ച് അടി കൊണ്ടിട്ടുണ്ട്. കാര്യം അമ്മ അടിക്കുന്ന കണ്ടിട്ട് ചുറ്റികയെടുത്ത് പാറയടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ഷതം ആ കൈകളിലൊക്കെ കാണാം. ഒപ്പം അച്ഛൻ ഏൽപ്പിച്ച മുറിവ് മനസ്സിലും. അങ്ങനെ തുടങ്ങിയ ആ ബാല്യത്തിൽ നിന്ന് റൂവൽ സിംഗ് ഇതിന് കുറച്ചപ്പുറത്ത് വലതുവശത്തായിട്ട് വേറൊരു പാറക്കുളമുണ്ട്. കൊച്ചു പാറക്കുളം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇത് വലിയ പാറയും അത് കൊച്ചു പാറയും. അവിടെ ഒരു കുഴിയുണ്ട്, പാറക്കുഴി. അവിടെ വെള്ളം കെട്ടിക്കിടക്കും. ആ വെള്ളത്തിൽ ലോറികളും കാറുകളും കഴുകി കൊടുക്കും. എനിക്ക് തോന്നുന്നു അന്ന് നിസ്സാരമായ പൈസയുള്ളൊരു കാറ് കഴുകി കൊടുത്താൽ കിട്ടിയത്. പിന്നീട് റൂവൽ സിംഗ് പറഞ്ഞെനിക്കറിയാം, ഈ ലോഡ് കഴിഞ്ഞ് വരുന്ന ലോറി കഴുകി കൊടുത്താൽ 5 രൂപയോ 6 രൂപയോ അതോ 7 ഇതിനകത്തൊരു തുക കിട്ടും. ഇവർ 3-4 ചങ്ങാതിമാർ ചേർന്നാണ് ആ ലോറി കഴുകുന്നത്. അപ്പോൾ അതിനകത്ത് തേച്ച് കഴിയുമ്പോൾ ഈ പാറയുടെ ചീളൊക്കെ തറച്ച് കയറും. അതും ഈ പാറക്കുളം എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം വാഹന അപകടമുണ്ടായി ഒരുപാട് ആളുകൾ മരിച്ചിട്ടുള്ള കുളമാണ്. അതിനേക്കാളും റൂവൽ സിംഗിനേക്കാളും മുതിർന്ന ആളുകൾ ആ സമയത്ത് ആ കുളത്തിനോടെ പോവില്ല. ആ സമയത്താണ് ഈ 3-4 കുട്ടികൾ രാത്രി 2 മണി മുതൽ ഇവിടെ കാത്തിരിക്കും. കാരണം അതിരാവിലെ ലോറി കഴുകി പാറക്കോറിയിൽ കൊണ്ടിട്ടാൽ മാത്രമേ പാറ കയറ്റി കൊടുക്കൂ. അപ്പോൾ ലോഡിങ്ങുകാർക്ക് അത്യാവശ്യം പാറ കയറ്റി കൊണ്ടുപോകാനാണ്. അപ്പോൾ 2 മണി മുതൽ അവിടെ പോയി കാത്തു കിടക്കുന്ന സമയത്ത് റൂവൽ സിംഗിൻ്റെ പ്രായം 8 9 ഒക്കെയാണ്. നിങ്ങളുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കണം. അത് കഴിഞ്ഞ് റൂവൽ സിംഗ് കല്ലുവാതുക്കൽ തന്നെ സ്കൂളുകളിൽ പഠിച്ചു. ഞാൻ എളുപ്പത്തിൽ പറയുകയാണ്. അമ്മയോടൊപ്പം പാറയടിച്ച് വളർന്ന ഈ റൂവൽ സിംഗ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടക്കുന്ന കാലത്ത്
നിങ്ങളുടെ ഇവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ റൂവൽ സിംഗിന് എന്ത് വിദ്യാഭ്യാസം കാണും? നിങ്ങൾക്ക് ഊഹമുണ്ടോ? PhDയോ MBBSോ എൻജിനീയറിങ്ങോ ഒക്കെ ഉണ്ടോ? അദ്ദേഹം 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചുള്ളൂ. ഞാനെപ്പോഴും പറയുന്നതാണ്, ഒരു 5-6 MAയോ ഒരു PhDയോ ഒക്കെ എടുത്താൽ പോലും റൂവൽ സിംഗിൻ്റെ അത്ര അറിവ്, പുറമേയുള്ള വിദ്യാഭ്യാസമല്ല പറഞ്ഞ അക്കാഡമിക് അറിവല്ല ഞാൻ പറയുന്നത്, അനൗപചാരികമായ അറിവ് ഇത്രയും കൂടുതൽ സമാഹരിക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. 10ാം ക്ലാസ്സിൻ്റെ തുടർച്ച ഞാൻ പറയാം. 10ാം ക്ലാസ്സിൽ പരീക്ഷ എടുത്ത സമയത്ത് ഇദ്ദേഹം സ്കൂളിലെ നല്ലൊരു ബോക്സിംഗ് ടീമിലെ അംഗമായിരുന്നു. ഫുട്ബോൾ കളിക്കാരനായിരുന്നു. നന്നായിട്ട് ഒരുവിധം പഠിച്ചു പോകുന്ന ആളായിരുന്നു. SLC പരീക്ഷ എടുത്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മാതാവിന് പാമ്പ് കടിയേറ്റു. അമ്മയെ ട്രിവാൻഡ്രം മെഡിക്കൽ ആ പാമ്പ് കടിയേറ്റ സംഭവം, വേറെ ആക്സിഡൻ്റ് നടന്ന സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് സമയത്ത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ പറയുകയാണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അമ്മയ്ക്ക് 3 മാസം കൂട്ടിയിരിക്കേണ്ടി വന്ന റൂവൽ സിംഗിന് തൻ്റെ SSLC പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടപ്പെട്ടു. സിംഗ് വേദിയിലിരിക്കുന്നുണ്ട്, എനിക്ക് പലതും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവസരം നഷ്ടപ്പെട്ട സിംഗിനോട് പിന്നീട് അവിടുത്തെ പ്രിയപ്പെട്ട ടീച്ചർമാരിവിടെ വന്ന് സിംഗിനോട് പറഞ്ഞു, സിംഗ് നീ പരീക്ഷ എഴുത്, നീ ജയിക്കും, സെപ്റ്റംബർ മാസത്തിൽ എഴുത്, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞുവെങ്കിലും സിംഗിന് തൻ്റെ അമ്മയെ സംരക്ഷിക്കേണ്ട ബാധ്യത വന്നതുകൊണ്ട് ഒരുവിധമുള്ള എല്ലാ പണികളും, പച്ചയായിട്ട് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ കള്ള ഓട്ടം ഓടിച്ച് തമിഴ്നാട് വരെ ഓട്ടോറിക്ഷ ഓടിച്ചു പോയിട്ടുണ്ട്. ഈ അടുത്ത ദിവസം എന്നോട് പറയുന്നത്, ചെക്ക് പോസ്റ്റ് അതിർത്തിയിലെത്തി പോലീസുകാർ ചെക്ക് പോസ്റ്റുകാർ കൈ കാണിച്ചപ്പം റൂവൽ സിംഗ് ടാറ്റ പറഞ്ഞിട്ട് പോയി. കാര്യം ലൈസൻസ് വേണമെന്നോ സംസ്ഥാനം കടക്കുമ്പോൾ അവരുടെ പെർമിറ്റ് വേണോ എന്നുള്ള കാര്യമൊന്നും അന്ന് റൂവൽ സിംഗിന് അറിയില്ലായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് പോലീസൊന്നും പിടിച്ചില്ല. അവർക്ക് അതിനേക്കാളും വലിയ വാഹനങ്ങൾ കാത്തു നിൽക്കുന്നതുകൊണ്ട് റൂവൽ സിംഗിൻ്റെ വാഹനത്തെ അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ജീവിതത്തിൻ്റെ സകല കഷ്ടപ്പാടുകളും അറിഞ്ഞ റൂവൽ സിംഗ് 18 വയസ്സിന് ശേഷം ഇവിടെ നിന്ന് പല ജോലികളും ചെയ്ത് ഓട്ടോ ഓടിച്ചു, ടാക്സി കഴുകി, പാറ ലോറി കഴുകി, പാറ മെറ്റലടിച്ചു, ലോഡിങ്ങുകാരനായി. അന്ന് 16-17 വയസ്സുള്ള സമയത്ത് ഇന്നത്തെ പോലെ JCB ഇല്ല, പാറ പൊക്കി വണ്ടിയിലിടാം. തലയ്ക്ക് ചുമന്ന് കയറ്റുന്ന പണി ഈ റൂവൽ സിംഗ് ചെയ്തിട്ട്, അതുകൊണ്ടായിരിക്കും ശരീരമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അതിൽ അന്ന് ചെറുപ്രായത്തിൽ വലിയ ജോലികളൊക്കെ, വലിയ പാറകളൊക്കെ പറക്കി വെച്ച് ചുമന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ഒടുവിൽ ഇവിടുന്ന് സ്ഥലം വിട്ടു പോയി. ഒടുവിൽ എത്തിച്ചേർന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത് സംസ്ഥാനത്തിൽ അദ്ദേഹം 2-3 വർഷക്കാലം ചിലവഴിച്ചു. അവിടെ വെച്ച് കൺസ്ട്രക്ഷൻ വർക്ക്, കെട്ടിടപ്പണി ഏകദേശം പഠിച്ചു. ഈ 2-3 വർഷം നിന്നിട്ടും സ്വന്തം ജീവിതം നടത്താനല്ലാതെ, സ്വന്തം ചിലവ് നടത്താനല്ലാതെ ഒന്നും സമ്പാദിക്കാൻ കഴിയാഞ്ഞ റൂവൽ സിംഗ് തിരിച്ചു വന്നു. ഇവിടെ വീണ്ടും കൂലി ആട്ടോ ഓടിച്ചു. ഒടുവിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക്, ആ മേഖലയിലേക്ക് തിരിഞ്ഞു. ആദ്യം പണിക്കാരനായിട്ട് പോയി, പിന്നീട് കോൺട്രാക്ടറായി. ഇന്ന് ഒരു പക്ഷേ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. 1000കണക്കിന് കെട്ടിടങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇടവയുടെ തൊട്ടടുത്ത് ഇപ്പോൾ 2 വർക്ക് പെൻഡിങ് ആയി കിടക്കുകയാണ് റൂവൽ സിംഗിന്. കോടികൾ ഉള്ള വർക്കാണ്. ഗവൺമെൻറ് സാങ്ഷൻ കിട്ടാത്തത് കൊണ്ട് ആ വർക്ക് മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഈ വർക്കിൽ നിന്ന് കിട്ടുന്ന, കഠിനാധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന തുകയാണ് ഈ കെട്ടിടത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു അച്ഛനമ്മമാരെ, തനിക്ക് നഷ്ടപ്പെട്ട അച്ഛൻ്റെ സ്നേഹം തിരിച്ചു കിട്ടണം, അതിനൊരുപാട് അച്ഛന്മാരെ എനിക്ക് വളർത്തണം എന്ന ആഗ്രഹത്തിലാണ് റൂവൽ സിംഗ് ഈ അനാഥാലയം 5 വർഷത്തിന് മുമ്പ് ആരംഭിക്കുന്നത്. എനിക്ക് എൻ്റെ മനസ്സിലെ കണക്ക് കൃത്യമാണെങ്കിൽ ഈ നവംബറിന് ഉദ്ഘാടനം ചെയ്ത് 5 വർഷം തികയുമെന്നാണ് എൻ്റെ ഓർമ്മയെ കുറവുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇനി ഒരു വിവരം കൂടെ പറയാൻ ഞെട്ടിക്കുന്നൊരു വിവരമാണ്. ഈ സ്ഥാപനം ഇവിടെ തൊട്ടടുത്തുള്ള നടക്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബാങ്കിൽ 85 ലക്ഷം രൂപയ്ക്ക് ജപ്തി ആയി നോട്ടീസ് അയച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. റൂവൽ സിംഗ് അവരോട് പറഞ്ഞു, നിങ്ങൾ ജപ്തി ചെയ്തോളൂ, ഞങ്ങളിതിൻ്റെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് പണിയുന്നുണ്ട്, ആ പണി പൂർത്തിയാക്കി ഈ അച്ഛനമ്മമാരെ അങ്ങോട്ട് മാറ്റിയാൽ 1 മാസത്തിനകം ഞാൻ ഈ കെട്ടിടം വിറ്റ് അതിനെ കടം തീർക്കാം എന്ന് പറഞ്ഞതുകൊണ്ട്, മനുഷ്യത്വം കൊണ്ടാണോ മറ്റേതെങ്കിലും ഘടകം കൊണ്ടാണോ ഈ 45 അച്ഛന്മാരെയും ഇവരെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്ന 10-15ഓളം ജീവനക്കാരുണ്ട്, ഇവരെയൊക്കെ ഇറക്കി വിടാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഇതിപ്പോഴും ഇവിടെ റൂവൽ സിംഗിൻ്റെ കയ്യിലിരിക്കുന്നു? എന്തായാലും ഇനി ഇതിൻ്റെ കടം തീർത്തേ പറ്റൂ. കാരണം ഗവൺമെൻറ്റിൻ്റെ പുതിയ ഉത്തരവനുസരിച്ച് ഇപ്പോൾ പുതുതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന 4 നിലയാണ് പ്ലാൻ ചെയ്തത്, 2 നില തീർത്തു. ഇപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആ കെട്ടിടത്തിൽ മാറ്റിയാലും അച്ഛന്മാരെ മാത്രമേ മാറ്റാൻ പറ്റൂ. അമ്മമാരെ സംരക്ഷിക്കാൻ ഈ സ്ഥാപനം ആവശ്യമായതുകൊണ്ട് ഇതിൻ്റെ കടം തീർത്ത് എടുത്തേ പറ്റൂ. അത്തരത്തിൽ വളരെയേറെ സാമ്പത്തിക പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ വെറും കാഴ്ചക്കാരായിട്ട് വന്ന് ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുന്നവരാണ്. അത്തരത്തിലുള്ള സാമ്പത്തിക സഹായമൊന്നും നൽകാൻ ഉള്ള ത്രാണി ഇവിടെ വരുന്ന അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന റൂവൽ സിംഗിനോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഇല്ല. പക്ഷേ 44 ലക്ഷം രൂപ ആ പുതിയ ബിൽഡിങ്ങിൻ്റെ പണിക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വാഗ്ദാനം ചെയ്യുകയും 44 ലക്ഷം കിട്ടി. അതിൽ കൂടുതൽ വാഗ്ദാനമുണ്ടായിരുന്നു. ഇന്ന് 3.5 കോടി രൂപയ്ക്കടുത്ത് ചിലവഴിച്ചാണ് ആ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം. എന്ന് ആലോചിച്ച് നോക്കണം. 3.5 കോടി, അതിൽ 44 ലക്ഷം രൂപയാണ് കിട്ടിയത്. ബാക്കി മൊത്തം അദ്ദേഹത്തിൻ്റെ. ഇത് മാത്രമല്ല, കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ 4 റൂമുള്ളൊരു അതിമനോഹരമായ അദ്ദേഹത്തിൻ്റെ സ്വപ്ന സൗധം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സൗധം വിൽക്കാനിട്ടിരിക്കുകയാണെന്ന് പരസ്യമുണ്ടായിരുന്നു. അത് വിറ്റെങ്കിലേ ഇത് നിലനിർത്താൻ പറ്റൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് റൂവൽ സിംഗിൻ്റേത്. അതിൽ നിന്നാണ് ഇത് തുടങ്ങി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥാപനമാണിത്. ഇവിടെ ഇന്നുവരെ 5 പൈസ സർക്കാരിൻ്റെ ഗ്രാൻഡായിട്ടോ അല്ലെങ്കിൽ സാധാരണ അനാഥാലയങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഒരു അനാഥൻ എന്ന പരിഗണനയിൽ വൃദ്ധൻ എന്ന പരിഗണനയിൽ 1400 രൂപ ഗ്രാൻഡ് കിട്ടുന്നതാണ്. പക്ഷേ ഇവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു 3 വർഷം കഴിഞ്ഞു. ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പൈസയുടെയും സഹായം ഉണ്ടായിട്ടില്ല. പിന്നെ സുമനസ്സുകൾ ഭക്ഷണം വാഗ്ദാനം ചെയ്തത് കൊണ്ടും അവരിവിടെ കൂടെ പരിപാടികൾ നടത്തുന്നത് കൊണ്ടും ബാക്കി മൊത്തം അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൽ നിന്നുണ്ടാക്കുന്ന പൈസയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ അമ്മ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ഇപ്പോൾ ആ ബെഞ്ച് അവിടെ കിടപ്പുണ്ട്. ആ ബെഞ്ചിൽ, ബാക്ക് ബെഞ്ചിൽ അമ്മ വന്നിരിക്കും. അമ്മയ്ക്ക് അപ്പുറത്ത് ഇവിടെ ഇരിപ്പുണ്ട് അമ്മ. ഇവിടെ ഉണ്ട്. ആ അമ്മ വന്നിരിക്കും. അമ്മയ്ക്ക് ഈ പുതിയ 4 റൂമുള്ള ആ വീട്ടിൽ ഒരു AC റൂമുണ്ട്. ഒരു റൂം മാത്രമേ AC ഉള്ളൂ. അമ്മയുടെ റൂമിലാണ് അമ്മയെ സംരക്ഷിക്കാനായിട്ട്. പക്ഷേ അമ്മ മകൻ്റെയും മരുമകളുടെയും ചെറുമക്കളുടെയും കൂടെ ഈ അനാഥാലയത്തിൽ വന്ന് ആ പിൻവശത്തെ ബെഞ്ചിൽ ഇവരുടെ ആളുകളെയൊക്കെ ഒരു മേൽനോട്ടം പോലെ ഇങ്ങനെ സൂപ്പർവൈസറായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് ഇവിടുത്തെ ചരിത്രം. അപ്പോൾ ആ ഒരു ചരിത്രം ഇത് ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് വിട്ടുകളഞ്ഞത് നിങ്ങൾക്ക് പോകാനുള്ള സമയമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഭംഗിയായിട്ട് കഥ പറയാൻ എനിക്കറിയാം. സംഭവ കഥയാകുമ്പോൾ അത് അതിമനോഹരമായിട്ട് പറഞ്ഞാൽ നിങ്ങളിവിടെ നിന്ന് കരഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതാണ് റൂവൽ സിംഗിൻ്റെ ചരിത്രം. ഇവിടെ റൂവൽ സിംഗിനെക്കുറിച്ചും സമുദ്രതീരത്തെക്കുറിച്ചും കൂടുതൽ അറിയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ സൂചിപ്പിച്ചതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ സമുദ്രതീരത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വന്ന ടീച്ചേഴ്സും കുഞ്ഞുങ്ങളുമൊക്കെ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊരു ഇത്. അതിനുശേഷം സാറ് ഒരു ദിവസം അവിടെ വന്നു. അപ്പം അങ്ങനെയൊക്കെ പരിചയപ്പെടാനായിട്ടൊരവസരം കിട്ടി. അപ്പോൾ ഇന്ന് നേരിട്ട് ഇവിടെ വരാനായിട്ട് ഒരു ഭാഗ്യം കിട്ടി. ഞാനതൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. കാരണം എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെയൊരു പ്രോഗ്രാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കാറുണ്ട്. പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. ഒന്ന് ഓഗസ്റ്റ് 15, പിന്നെ കേരള പ്രവിധനത്തിൽ ഫുഡ് ഫെസ്റ്റായിട്ട്, അതുപോലെ പിന്നെ ഞങ്ങളുടെ ചാരിറ്റി ഡ്രൈവ്, അത് വീടില്ലാത്ത ആർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കുന്ന ഒരു സമ്പ്രദായം. ഇപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്കൂളിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിനെല്ലാം പ്രത്യേക ലക്ഷ്യമുണ്ട്. ഇന്ന് നമുക്കറിയാം 79ാമത് ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊക്കെ സ്വതന്ത്രരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നും പലർക്കും സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മുടെ കുടുംബങ്ങളിലായാലും ഇങ്ങനെയുള്ള ഭവനങ്ങൾ ഇന്ന് കേരളത്തിൽ കൂടി വരികയാണ്. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാക്കേണ്ടത് അതാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഉദ്ദേശവും അത് തന്നെയാണ്. അവർ ഒത്തിരി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മക്കളാണ്. നല്ല മാതാപിതാക്കളുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്.
അവർക്ക് വേണ്ടിയിട്ട് അവിടെ പേരൻസ് അധ്വാനിക്കുന്നുണ്ട്, ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ വന്ന് ഇവിടെയുള്ള അന്തേവാസികളായിട്ടുള്ള ആളുകളുമായിട്ട് അവർ ഇടപഴകി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരുണ്ട്, ഹെഡ് മിസ്സസ്സായിട്ട് ജോലി ചെയ്തവരുണ്ട്, ഉന്നത പഠനങ്ങൾ നടത്തിയവരുണ്ട്, നല്ല കഴിവുള്ളവരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇവരൊക്കെ സമൂഹത്തിൽ നിന്ന് ഒരു നിമിഷമോ അല്ലെങ്കിൽ ഒരു തരത്തിലോ ഒക്കെ തിരസ്കരിക്കപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യം അത് മനസ്സിലാക്കാനായിട്ട് എൻ്റെ മക്കൾക്ക് കഴിയണം. കാരണം നിങ്ങളും വളർന്നു വരികയാണ്. ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ പേരൻസിനെ എത്രമാത്രം നിങ്ങൾ കെയർ ചെയ്യും എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നു കഴിയുമ്പോഴാണ്. അപ്പം അതിന് എൻ്റെ മക്കൾക്ക് ഇടയായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതല്ലാണ്ട് ഇതൊരു വെറും ഒരു ആഘോഷമോ അല്ലെങ്കിൽ ഒരു ഇത് മാത്രമായിട്ടല്ല, ഇവിടെ വന്ന് ജീവിത യാഥാർത്ഥ്യങ്ങൾ കാണാനായിട്ടുള്ള ഒരവസരം. അതിന് പ്രത്യേകമായിട്ട് ഞാൻ ഇവിടുത്തെ ഡയറക്ടറായിട്ടുള്ള സാറിനെയും കുടുംബത്തെയും അനുമോദിക്കുകയാണ്. കാരണം സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സൊസൈറ്റിയിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമൂഹ്യ സംഘടനകളുമൊക്കെയാണ്. പക്ഷേ ഇത് ഒരു വ്യക്തി തൻ്റെ ജീവിതവും തൻ്റെ കുടുംബവും ഇതിനു വേണ്ടിയിട്ട് നീക്കിവെച്ചു എന്ന് കാണുന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഇവിടെ തന്നെ ഇവരോടൊപ്പം ജീവിക്കുകയും ഇവർക്ക് വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു വ്യക്തി തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനം അവരർഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ നല്ലൊരു കയ്യടി കൊടുത്ത് അവരെ ഒന്ന് അനുമോദിക്കുക. കാരണം തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, കാരണം അവർക്കൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് സമയം അതിക്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് ജവഹർ സ്കൂള് തീർച്ചയായിട്ടും ഇനിയും ഇവിടെ കടന്നു വരും. നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അത് കണ്ട് മനസ്സിലാക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഫീൽഡാണ് ഇന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അവർ ഇത് കണ്ട് വളരേണ്ട, സോഷ്യൽ ആഭിമുഖ്യമുള്ള മക്കളായിട്ട് വളരേണ്ട ആളുകളാണ്. നാളെ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടതും നമ്മുടെ ലോകത്തിന് അല്ലെങ്കിൽ പല ദേശങ്ങളിൽ പോയി നേതൃത്വം വഹിക്കേണ്ട പ്രഗത്ഭരായിട്ട് തീരേണ്ട വ്യക്തികളൊക്കെയാണ് ഇവർ. അപ്പോൾ അവിടെയൊക്കെ ഒരു സാമൂഹിക ബോധം അവർക്കുണ്ടാകാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പം അതിന് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ സ്ഥാപനത്തോടും ഇവിടെയുള്ള സാറിനോടും കുടുംബത്തോടും മറ്റ് അന്തേവാസികളോടും ഒക്കെയുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ ഈ സമുദ്രതീരവും എപ്പോഴും ഉണ്ടാകും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളാണ്. അത് ഞങ്ങളിന്ന് പല സ്ഥലങ്ങളിലായിട്ട് ഏതാണ്ട് 13-12 സ്ഥലങ്ങളിൽ ഇതുപോലെ ഇന്ന് എൻ്റെ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മക്കൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവരുടേതായിട്ടുള്ള ചെറിയൊരു സമ്മാനം കൊടുക്കാനായിട്ടാണ് ഞങ്ങളിങ്ങനെ ഈ കളക്ട് ചെയ്തതൊക്കെ. അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ഞങ്ങൾ സന്തോഷത്തോടു കൂടി മനസ്സിലാക്കുന്നു. ഇനിയും തീർച്ചയായിട്ടും നമുക്കൊന്നിച്ച് മുന്നേറാനായിട്ട്, ഒരുപക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്ന് കാണുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷവും അതിലുപരി ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അധ്യാപകരായ സുവിത, ലിസി, റീനി, ഡീജ, ഉഷ, രാജൻ, അമ്മു, അശോക്, പ്രസീദ്, ഡോക്ടർ ആർ ജയചന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാർക്കായി സ്കൂൾ വിദ്യാർത്ഥികൾ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അച്ഛനമ്മമാർക്ക് കൈമാറി.